കമലേഷ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി വ്യക്തമാണ് ഏത് രീതിയിലാണ് ഗോവർദ്ധൻ എന്ന കർണാടകയിലെ സ്വർണ്ണ വ്യാപാരി ശബരിമലയിൽ ഇടപെട്ട് പ്രവർത്തിച്ചത് എന്ന്. ശബരിമലയെ ഒരു വേദിയാക്കിക്കൊണ്ട് സ്വർണത്തിലെ ഇടപാടുകൾക്ക്, വ്യാപാര ഇടപാടുകൾക്ക് ശബരിമലയെ ഒരു വേദിയാക്കി എടുക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും. ശബരിമലയിലെ ആളുകളുടെ വിശ്വാസ്യത നേടിക്കൊണ്ട്, അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസ്യത നേടിക്കൊണ്ട് ശബരിമലയെ മറയാക്കി ഇവർ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ എന്ന് തന്നെ പറഞ്ഞു വെക്കാം. കാരണം അത്രത്തോളം ഗുരുതരമായ ഇടപെടലുകളാണ്. മോഷണം എന്ന് തന്നെയാണ് ഹൈക്കോടതി ഈ ക്രമക്കേടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നടത്തിയ ഗൂഢാലോചന അത് ഇന്നും അന്നും തുടങ്ങിയതല്ല. കുറേ കാലം മുൻപ് തന്നെ ഇവർ തമ്മിലുള്ള ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ. വിനിഷ, തീർച്ചയായും ഏറ്റവും നിർണായകമായ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വളരെ സമഗ്രമായ നിലയിൽ തന്നെയാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലാണ് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാരേറ്റുള്ള വീട്ടിലുൾപ്പെടെ അതേ സമയത്ത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തന്നെ പരിശോധന നടത്തുകയും ചില പ്രധാനപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി പലതരത്തിലുള്ള മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ ബെല്ലാരിയിലുള്ള സ്വർണ്ണ വ്യാപാരിയെ കുറിച്ചുള്ള ലീഡ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അതോടൊപ്പം ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് ഈ ചോദ്യം ചെയ്യലിലൂടെയാണ്. ഇതിന്റെ ഭാഗമായാണ് തെളിവെടുപ്പിനായി ബെല്ലാരിയിൽ എത്തിക്കുന്നത്. അവിടെ നിന്നാണ് നേരത്തെ ഈ വിറ്റ സ്വർണം അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് ഈ ബെല്ലാരിയിലുള്ള ഗോവർദ്ധനുമായി ഏത് നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ നടന്നിട്ടുള്ളത് എന്ന നിലയിലേക്കുള്ള അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ശബരിമലയിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങളും ദൃശ്യങ്ങളുമെല്ലാം അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. ഇതിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ വളരെ കാലമായി ഗോവർദ്ധനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ട്. ഈ നിലയിൽ സ്വർണ്ണ പാളി ഇവിടെ നിന്നും കവർച്ച നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇവർ തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് സൂചന ലഭിക്കുന്നത്, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് സൂചന ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ചിത്രങ്ങളെല്ലാം ശേഖരിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നേരത്തെ തന്നെ ഈ സ്വർണ്ണപ്പാളി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ മറ്റ് നിരവധിയായ അവസരങ്ങളിലെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഗോവർദ്ധനും ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഏതൊക്കെ നിലയിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, ഏതൊക്കെ സ്വർണ്ണാഭരണങ്ങൾ ഇവർ ഇവിടെ നിന്നും കവർച്ച നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഈ വിഷയത്തിൽ ഗോവർദ്ധനുള്ള പങ്ക് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയാണ്. അത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ നിലയിലുള്ള ഇടപാടുകൾ ഗോവർദ്ധൻ നടത്തിയിട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ നിലയിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള സമഗ്രമായ അന്വേഷണത്തിലേക്കാണ് വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം കടക്കുന്നത്. അതേസമയം തന്നെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം കണ്ടെടുക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ വിശദമായ പരിശോധന അന്വേഷണ സംഘം ഇതിനകം തന്നെ നടത്തുന്നുമുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിവെടുപ്പിനായി കർണാടകയിലെ വിവിധയിടങ്ങളിൽ ഈ ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ കടയിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. അതോടൊപ്പം ഈ സ്വർണം ഉരുക്കി മാറ്റിയിട്ടുള്ള ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് അവിടുത്തെ CEO പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ള ആളുകളുമായി ഈ കാര്യം സംസാരിക്കുകയും ഇതിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും, അതായത് ഈ പങ്കജ് ഭണ്ഡാരിയെയും ഈ ഗോവർദ്ധനെയും ഈ കേസിലെ സാക്ഷികളാക്കാനാണ് നേരത്തെ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഗോവർദ്ധന് അതിനപ്പുറത്തേക്കുള്ള ഒരു ഇടപെടൽ ഇതിനകത്തുണ്ട് എന്ന് നിലവിലെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അതിനനുസരിച്ച് കാര്യങ്ങളിൽ മാറ്റമുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും മറ്റ് ചില പേരുകളും, അതായത് കൽപേഷ്, നാഗേഷ് ഉൾപ്പെടെയുള്ള മറ്റ് ചില പേരുകളും ഇതിൽ ഉയർന്നു കേട്ടിട്ടുണ്ട്. ഈ കർണാടക സ്വദേശിയായിട്ടുള്ള ആളാണ് കൽപേഷ്. ഈ കൽപേഷിനെയാണ് ഈ സ്വർണം ഏൽപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, എന്താണ് കൽപേഷിനും നാഗേഷിനും ഈ സ്വർണ്ണ കവർച്ചയിലുള്ള പങ്ക് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം ഈ കട്ടിളപ്പാളിയിലെ സ്വർണം പൂശിയ കട്ടിളപ്പാളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ ഈ ഹൈദരാബാദിൽ ഉൾപ്പെടെ എത്തിച്ച് വിവിധയിടങ്ങളിൽ പ്രദർശിപ്പിക്കുകയും പണം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന സൂചന നേരത്തെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഹൈദരാബാദിൽ ഉൾപ്പെടെ ഈ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റൊരാൾ ഇതിലെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള മുരാരി ബാബുവാണ്. മുരാരി ബാബു നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. 28-ാം തീയതി ഒരുപക്ഷെ ഈ മുരാരി ബാബുവിനെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് ആവശ്യമായ ഇടപെടൽ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കം കൂടിയാണ് നടത്തുന്നത്. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പ്രത്യേകം അന്വേഷണ സംഘത്തിന് ലഭിക്കും എന്നതാണ് ഒരു പ്രതീക്ഷയായി അന്വേഷണ സംഘം വെച്ചു പുലർത്തുന്നത്. അതോടൊപ്പം അതിനിടെയാണ് ഏറ്റവും സുപ്രധാനമായ ഗോവർദ്ധന്റെ
ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട പങ്ക് കൂടി വെളിവാക്കുന്ന നിലയിലേക്കുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അന്വേഷണ സംഘം അവയെല്ലാം ശേഖരിക്കുന്നത്. ആ ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ കൈരളി ന്യൂസും പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ പുറത്തുവിടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ഗോവർദ്ധൻ എന്ന ആളിന് സ്വർണ്ണ വ്യാപാരിക്ക് ശബരിമലയിൽ നേരിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ കാലത്തെ ബന്ധമുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ സ്വർണ്ണ കവർച്ചയിലും ഗോവർദ്ധന്റെ പങ്ക് എന്താണ് എന്നതാണ് നിലവിൽ അന്വേഷണ സംഘം വളരെ വിശദമായി അന്വേഷിക്കാൻ ഒരുങ്ങുന്നത്. വിനിഷ.